സിനിമയെ സ്നേഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്റെ നമസ്കാരം. നിങ്ങളുടെ എല്ലാവരുടെ അനുഭവത്തോടു കൂടി ഞങ്ങൾ ഈ കേക്ക് കെട്ടിയാൻ പോവുകയാണ്. നിങ്ങളുടെ എല്ലാവരെയും പ്രാർത്ഥനയും സപ്പോർട്ടും വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ കൊച്ചു സിനിമയ്ക്ക് ഇവിടെ തുടക്കം കുറിക്കുന്നു. അപ്പൊ പൊളിക്കല്ലേ? ബ്രോസ്, ഇത് നമ്മുടെ പടമാണ്. ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് അടിക്കണം. യൂത്തിന്റെ പടമാണ്. പിന്നെ ഞങ്ങളുടെ ഈ സിനിമയ്ക്ക് വേണ്ടി കാശ് മുടക്കുന്ന ഞങ്ങളുടെ പ്രൊഡ്യൂസർ എന്ന ഞങ്ങളുടെ സ്വന്തം മുതലാളി, പിന്നെ ഞങ്ങളുടെ കഥ കേൾക്കാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആർട്ടിസ്റ്റുകൾ, പിന്നെ ഞങ്ങളുടെ സ്വന്തം ബ്രോസ് എല്ലാവർക്കും ഞങ്ങളുടെ ഉമ്മ ഉമ്മ ഉമ്മ. അതെ, അടുത്ത ലൈവ് ഈ സ്ക്രിപ്റ്റ് തീർന്നതിന് ശേഷം. ഓക്കെ 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 ഓക്കെ. അളിയാ, പൊളി പൊളി പൊളി. കമന്റ് കൊണ്ട് അഭിഷേകം എന്നൊക്കെ പറഞ്ഞാടണ്ട. എവിടെ? നോക്കി. ആഹാ, 1 മണിക്കൂർ കൊണ്ട് 1000 ഷെയർ. നമ്മള് വൈറലായി മോനെ. നാളെ മുതൽ ഒരു പൊളി പൊളിക്കണം നമുക്ക്. നീ ഫോണോട് വെച്ച് നീയോട് വെക്ക്. എനിക്ക് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാൻ. എന്നാൽ ഇനി മുതൽ ഞാനും സീരിയസ് ആണ്. അങ്ങേർക്ക് എന്നെ പ്രാന്താണോ? അതാണ് എനിക്ക് മനസ്സിലാവത്തത്. ആ, അല്ലടാ, ഇനി നമ്മളെ കൊണ്ട് വല്ല മാമാപ്പണിയും ചെയ്യിപ്പിക്കൂടാ. എനിക്കാണെങ്കിൽ പെണ്ണുങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാ താല്പര്യമില്ലേ? ഉണ്ട്, എന്നാലും ഒരുപാടൊന്നും ഇല്ല. ഞാനൊരു മീറ്റൂലും വിടാൻ സാധ്യതയില്ല. എന്നാലും ചെയ്യാത്ത കാര്യത്തിൽ ചീത്തപ്പേര് വന്നാലേ. ഒന്നും ആവാൻ സാധ്യതയില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേറെ എത്ര പേർ കിട്ടിയനെ. ഇത് നമ്മളോടുള്ള വിശ്വാസം കൊണ്ട് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അതാവോ? അതിനു വേണ്ടി നമ്മൾ സിനിമയിൽ എന്ത് കോപ്പാണ് ചെയ്തത്? ഇടാ, പണി അറിയാവുന്ന എത്രയോ പേര് വെളിയിലുണ്ട്. അവർക്കാണെങ്കിൽ പ്രൊഡ്യൂസറെ കിട്ടൂല. പണി അറിഞ്ഞുകൂടാത്തവർക്ക് ഇഷ്ടം പോലെ പ്രൊഡ്യൂസറേയും കിട്ടും. എനിക്കെന്തോ ഒരു ചെറിയ പന്തികേട് തോന്നുന്നുണ്ട്. പിന്നെ എത്ര പടം നമ്മൾ പ്രൊമോട്ട് ചെയ്തതാ. അതിനകത്ത് വല്ല വെൽവിഷന്മാരും ആണെങ്കിലോ? അത് മാത്രമല്ല, വിളിച്ചു പറഞ്ഞ പ്രൊഡക്ഷൻ കൺട്രോൾ ബാധിക്കുക. ബാദുഷൊക്കെ വിളിച്ച് പറഞ്ഞോണ്ട് എനിക്ക് വിശ്വാസമായി. എന്നാലും ജനങ്ങൾ നമ്മളെ ഏറ്റെടുത്ത് കഴിഞ്ഞു. ദേ, 2500 ലൈക്ക്. അല്ല, ഇതിനിപ്പോ വല്ല കള്ളനോട്ട് മാറ്റാനുള്ളവരുടെയാണോ? അങ്ങനെയാണെങ്കിൽ CDML 9,000 ഇട്ടപ്പോ പിടിക്കില്ലേ? അതപ്പോ വാട കൊടുക്കണ്ട പിന്നെ. അത് അല്ല, ഇവ എന്തൊന്നും മിണ്ടാത്തത്? വല്ലതും പറ. എനിക്കൊരു സംശയമുണ്ട്. അല്ല, സംശയമല്ല, അത് തന്നെ ആയിരിക്കും മിക്കവാറും കാര്യം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ബ്ലാക്ക് മണി വെളുപ്പിക്കാനായിട്ടുള്ള പരിപാടി ആയിരിക്കും. മനസ്സിലായോ? കള്ളപ്പണം വെളുപ്പിച്ച് പടം പിടിക്കല്. അല്ല, അവന്മാരെങ്ങനെയെങ്കിലും പടം പിടിക്കട്ടെ. പക്ഷെ നമുക്ക് പടം നടക്കണം, ഹിറ്റാവണം. ഇതാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള അല്ലെ. ഞാൻ കടിച്ചേ. പിന്നെ ഒരു കാര്യം, നാളെ മുതൽ ഒരാഴ്ചക്കുള്ളിൽ സ്ക്രിപ്റ്റും കംപ്ലീറ്റ് ചെയ്ത് ആർട്ടിസ്റ്റിന്റെ ഡേറ്റ് കൊടുത്ത് ഷൂട്ടും ചാർട്ട് ചെയ്ത് നാട്ടുകാരുടെ വീട്ടുകാരുടെ മുമ്പിൽ കൂടി സൂപ്പർ ഹിറ്റ് പടത്തിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ എന്നുള്ള ദാഷ്ടി ഭാവത്തിൽ ഈ റോട്ടിൽ കൂടി ഞെളിഞ്ഞ് നടന്നില്ലെങ്കിൽ എന്റെ പേരിന്റെ വാലടല നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംവിധാനം ചെയ്യുന്നല്ല. പടം ഇറങ്ങുന്നതിന് മുമ്പാ